സഹോസ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇടയിലുള്ള ഒരു നന്മയുടെ കഥയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിലോട്ട് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ അടുത്ത് തന്നെ മൂവാറ്റുപുഴ അടുത്ത് തന്നെയുള്ളൊരു ഒരു ഹോംലി ഫുഡ് ലഭിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ്. ഇവിടെ ഞാൻ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച, ഞാൻ അറിഞ്ഞു വന്നതാണ്. ഇവിടെ കയറി വരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും പരിചയമായിരിക്കും, ഡേവിസ് ചെറുമേലച്ചൻ. ഇവിടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പണമില്ലാത്ത 10 പേർക്ക് എല്ലാ ദിവസവും ഈ ഹോട്ടലിൽ നിന്ന് സൗജന്യമായി ഭക്ഷണം ലഭ്യമാണ്. ഈ ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ വരുന്ന വരുമാനമില്ലാത്ത പണമില്ലാത്ത ആൾക്ക് തീർച്ചയായും 10 പേർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടും. ഭക്ഷണം കൊടുക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോഴും ഇവർ ചോദിച്ച് അറിഞ്ഞപ്പോഴും എനിക്ക് അവരോട് സംസാരിക്കണമെന്ന് തോന്നി. അങ്ങനെ ഈ സ്ഥാപനത്തിൻ്റെ ഓണറായ പ്രസാദേട്ടനെ കണ്ടു, സംസാരിച്ചു. അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഇവിടെ തന്നെ ഇദ്ദേഹത്തിന് ലഭിച്ച ഒരു അംഗീകാരം ഇവിടെ കിടപ്പുണ്ട്. അതിൽ എഴുതി വെച്ച ഒരു വാക്യം, വിശക്കുന്നതിന് മുമ്പിൽ ആഹാരമാണ് ദൈവം, അത് നൽകുന്നവൻ ദൈവതുല്യൻ. ഈ വാക്യം പോലെ തന്നെ ആ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു കുടുംബത്തിലാണ്, ഇതൊരു സ്ഥാപനമല്ല, ഒരു ഹോട്ടലല്ല, ഇതൊരു കുടുംബമാണ്. ആ കുടുംബത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓണറായ പ്രസാദിയോട് നമുക്ക് സംസാരിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലോട് ഇങ്ങനെ ചെയ്യാൻ പ്രേരണ നൽകിയ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാം. നമുക്ക് പ്രസാദിയോട് സംസാരിക്കുന്ന വീട്ടിലോട്ട് പോകാം. സഹോസ്, ഞാൻ പ്രസാദിയേട്ടൻ്റെ കൂടെയാണ്. പ്രസാദിയേട്ടനാണ് ഈ ഹോംലി ഫുഡ് കൊടുക്കുന്ന ഈ സ്ഥാപനത്തിൽ എൻ്റെ ഉടമ. അപ്പോൾ പ്രസാദിയോട് ഒന്ന് കുറച്ച് നേരം നമുക്ക് സംസാരിക്കാം. കാരണം എളുപ്പമല്ലല്ലോ, എന്ന് വെച്ചാൽ ഒരു ദിവസം ഇവിടെ ഉണ്ടാക്കുന്ന ഹോംലി ഫുഡ്, ഇവരിവിടെ ഒരു വീട് തന്നെയാണ്. നിങ്ങൾ പുറകോട്ട് നോക്കിയാൽ കാണാം, ഒരു വീടിൻ്റെ ഭാഗമാണ്. അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന നിങ്ങൾ ഒരേ ഭക്ഷണം അല്ലേ? അതെ, ഒരേ ഭക്ഷണം തന്നെ ഇങ്ങനെ ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്ത് വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ പ്രസാദ് ചേട്ടനോട് ചോദിക്കുന്ന ചോദ്യം, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട്, ഇതിങ്ങനെ തുടങ്ങാനുള്ള കാരണം എന്താണ്? തുടങ്ങാനുള്ള കാരണം എന്ന് പറയാമോ? ഞാൻ ഈ 10 പേർക്ക് ഒരു ദിവസം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഫ്രീ ആയി ഭക്ഷണം കൊടുക്കാൻ കാരണം നമ്മുടെ ഫാദർ ഡേവിസ് ചെറുമേൽ അച്ഛനാണ്. നമ്മുടെ കിഡ്നി ദാനം ചെയ്തിട്ടുള്ള കിഡ്നി ഫൗണ്ടേഷൻ്റെ ചെയർമാനായിട്ടുള്ള ഫാദർ ഡേവിസ് ചെറുമേൽ അച്ഛനാണ് അങ്ങനെ തുടങ്ങാനുള്ള കാരണം. ഞാൻ ഈ കട തുടങ്ങി 1 വർഷം കഴിഞ്ഞപ്പോൾ അച്ഛനും ഇവിടെ വരികയും ഇവിടുത്തെ നമ്മുടെ ഊണ് കഴിച്ചതിന് ശേഷം ഇതൊരു 10 പേർക്ക് ദിവസം ഫ്രീ ആയിട്ട് കൊടുക്കാവോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാനത് ഏറ്റു. അപ്പോൾ അന്ന് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ അമേരിക്ക ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ചാരിറ്റബിൾ സംഘടന അതിൻ്റെ താങ്കൾ കൊടുക്കുന്ന ഊണിൻ്റെ പണം തരുമെന്ന് പറഞ്ഞു. പിന്നെ ഞാനത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിലേറെ മനസ്സുഖം കിട്ടിയതുകൊണ്ട് ഞാൻ ആ പൈസ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അച്ഛൻ പൈസ വേണമെങ്കിൽ തരാൻ എപ്പോഴും തയ്യാറാണ്. ഇവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്, അതിനകത്ത് പലരും ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ പൈസ ഇടാറുണ്ട്. ഞാനത് അച്ഛന് കൊടുക്കും. പക്ഷേ അച്ഛൻ ഒരിക്കലും എന്നും എന്നോട് പറയും, പ്രസാദിൻ്റെ മുടക്കുള്ള പൈസ എടുത്തോ അതിനകത്തെന്ന് പറയും. ഞാൻ ഒരിക്കലും എടുക്കാറില്ല. കാരണം എനിക്ക് അതിലേറെ മാനസിക സംതൃപ്തി ലഭിക്കുന്നുണ്ട് ആ ഊണ് കൊടുക്കുന്നതുകൊണ്ട്. അപ്പോൾ ഈ അച്ഛനോടുള്ള സംസാരമാണ് ഇങ്ങനൊരു പരിപാടി തുടങ്ങാനുണ്ടായ കാരണം. ഇപ്പോൾ എത്ര വർഷമായി ഇത് നടക്കാൻ തുടങ്ങി? ഇപ്പോൾ 8 വർഷമായി ഞാൻ കട തുടങ്ങിയിട്ട്. 7 വർഷമായി ഇത് ഫ്രീ ആയി കൊടുത്തു തുടങ്ങി. ഈ അച്ഛൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 7 വർഷമായിട്ട് ഈ കൈരളി ഹോട്ടൽ, ഇത് പേര് മറക്കണ്ട, ഈ സ്ഥലം ഇത് ഈസ്റ്റ് മാറാടിക്കും മീൻകുന്നത്തിനും ഇടയ്ക്കാണ്, നിയർ നയാര പെട്രോൾ പമ്പ്. കൈരളി ഹോംലി ഫുഡാണ്. നമ്മൾ ഹോട്ടലല്ല ഒരിക്കലും. ഞാൻ എന്നും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്, ഹോട്ടലല്ല ഒരിക്കലും, വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം. ഞാൻ വന്ന ഉടനെ ചോദിച്ചു ഈ ഹോട്ടലിൻ്റെ സ്ഥലം ഏതാണെന്ന്. ഞാൻ പെട്ടെന്ന് ആളോട് ചോദിച്ചേ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഹോട്ടൽ എന്ന് പറയരുത്, ഇത് ഹോംലി ഫുഡാണ്. ഇത് വീട്ടിലെ ഒരു വീട്ടിലുള്ള അംഗങ്ങൾ എവിടെ വന്ന് കഴിക്കുന്നു അങ്ങനെ കഴിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. കാരണം കിട്ടുന്ന ആ ശമ്പളത്തിൽ നിന്ന്, ആ വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവർക്ക് എല്ലാ ദിവസവും കൊടുക്കും. 7 വർഷമായിട്ട് കൊടുക്കുന്നതാണ്. അത് വലിയ നന്മയുടെ സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് കേട്ടോ. എനിക്ക് അടുത്ത ചോദ്യം, ഇങ്ങനെ ചിലരൊക്കെ ഇങ്ങനെ ഇത് ബിസിനസ്സായിട്ട് കാണുന്നവർ അല്ലേ? കാരണം വരുമാനം കിട്ടേണ്ട കാര്യമാണ്. നമുക്ക് ഈ 10 ചോറിന് കൊടുത്തു കഴിഞ്ഞാൽ 10 ചോറിന് കാശ് നമുക്ക് കിട്ടും. ഈ കാശിനേക്കാൾ വലുതായിട്ട് എന്തെങ്കിലും ചേട്ടൻ്റെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്? അല്ല, ഒത്തിരി പേരുടെ അങ്ങനെ വന്നിട്ടുള്ളവരുടെ മനസ്സിൻ്റെ സന്തോഷം, അവരുടെ നേരത്തെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് ഇപ്പം ഇവിടെ വന്നപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്കൊരു ഭയങ്കര ആത്മനിർവൃതിയാണ്. അതായത് പിന്നെ ഞങ്ങളിവിടെ 3 പേര് പുറത്തുനിന്ന് പണിയാനുണ്ട്. ഞാൻ, എൻ്റെ ഭാര്യ, അമ്മ, വേറെ 3 പേരുണ്ട്. അപ്പം ഞങ്ങളൊരു കുടുംബമായിട്ടാണ് കഴിഞ്ഞു പോകുന്നത്. എല്ലാവരും കൂടി ഒന്നിച്ചുണ്ടാക്കി ഇത് ഒന്നിച്ച് വിളമ്പുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 10 പേർക്ക് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അതാണ് അതിൻ്റെ അകത്തൊരു ഇതല്ലോ. എനിക്ക് തോന്നുന്നു ഒരു 10 പേർക്ക് നമ്മൾ അവരുടെ ആ കാശ് മേടിക്കുന്നേക്കാൾ മനസ്സംതൃപ്തി, സന്തോഷവും അത് തന്നെ 10 പേർക്ക് ഫ്രീ ആയിട്ട് എടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഉറപ്പായിട്ടും അതെ, ആ ഒരു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമാണ്. അച്ഛനാണ് അതിന് പ്രചോദനം, അതിന്റെ പ്രചോദനം. ഇത് സാധിക്കുന്നവര്
ഇങ്ങനെ ഡേവിസ് ചെറുമേൽ അച്ഛനോട് ഇന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. അച്ഛൻ കണ്ടോട്ടെ. തീർച്ചയായിട്ടും. അതെ, ഒത്തിരി ആളുകളെ അച്ഛൻ ഇങ്ങനെ പ്രചോദിപ്പിക്കുന്നുണ്ട്, നന്മ പകർന്നു കൊടുക്കുന്നുണ്ട് അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. അച്ഛൻ്റെ ഒക്കെ വലിയ മനസ്സാണ് അതെ. എന്തിനാണെങ്കിലും. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ആ ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഈ ദിവസം ഇന്നലെ ഞാൻ കേട്ട വാർത്തയാണ്. തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് രണ്ടുപേരും മരണമടഞ്ഞ കാര്യങ്ങൾ സത്യമാണല്ലോ എന്ന് അറിയത്തില്ല. പാറശാലയില്. പാറശാല. അതെ. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇങ്ങനെ ഭക്ഷണം അല്ലെ, ഭക്ഷണം കഴിക്കുക, ഹോട്ടൽ വ്യവസായമൊക്കെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അപ്പോൾ ഈ ഹോട്ടൽ നടത്തുന്നവരോട് ചേട്ടൻ ഇത്ര 8 വർഷത്തെ പരിചയമുണ്ട്, ഒത്തിരി ആളുകൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതാണ്. ഇങ്ങനെ ഹോട്ടൽ വ്യവസായം നടത്തുന്ന ആളുകളോട് എന്തെങ്കിലും പറയാൻ അനുഭവത്തിന് വിളിച്ചതില്ല? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവനവൻ്റെ തൊഴിലാണ്, അതിനനുസരിച്ച് നല്ലത് കൊടുക്കുക, നല്ലത് കൊടുത്ത് നല്ല സ്നേഹത്തോടു കൂടി വിളമ്പി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞത് ഫ്രിഡ്ജ് ഉപയോഗിക്കാതിരിക്കുക. ഫ്രിഡ്ജ് ഉപയോഗിക്കാതിരിക്കുക. ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. ഫ്രിഡ്ജ് ഇവിടെ കടയിലുണ്ട്, മറ്റേ കൂൾ ഡ്രിങ്ക്സ് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രിഡ്ജ് ഉപയോഗിക്കാതിരിക്കുക. അതായത് നമ്മളിവിടെ ബാലൻസ് എല്ലാം വരുന്നുണ്ടെങ്കിൽ എനിക്ക് നമ്മുടെ ഇവിടെ പണി വരുന്ന ചേച്ചിമാരുണ്ട്, അവരുടെ വീടുകളിലേക്ക്, എൻ്റെ തൊട്ടയൽവക്കത്തുള്ള വീടുകളിലേക്ക് അന്നേരം തന്നെ അത് അവസാനിപ്പിക്കും. പിന്നീട് നമ്മുടെ ഊണിൻ്റെ ടൈം കഴിഞ്ഞാൽ പിന്നെ അത് ഇവിടെ ഉണ്ടാവില്ല, ഒരു സാധനം ഉണ്ടാവില്ല. ആ കാര്യത്തിൽ 101% ഗ്യാരണ്ടി കൊടുക്കുകയാണ്. അതുപോലെ മറ്റുള്ളവരും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനകത്തൊരു ഒരു പഴയ ഇന്നലത്തെ ഒരു സാധനം ഇന്ന് കൊടുത്തു എന്ന് പറയാൻ ഇടപെടരുത്. ഇവിടെ ഒരു ഇത് കേൾക്കാൻ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അല്ല? ഇങ്ങനെയും നമ്മുടെ ഇടയിൽ ഇങ്ങനെ മനുഷ്യർക്ക് നന്മ ഉണ്ടാകണമെന്ന് വിശ്വസിച്ചുകൊണ്ട് കുറച്ച് റിസ്ക് എടുത്ത് കുറേ ലാഭങ്ങളൊക്കെ ഒഴിവാക്കി ചെയ്യുന്ന മനുഷ്യരുണ്ട്. അതിലൊരാളാണ് നമ്മുടെ സഹോദരൻ. അപ്പോൾ നിങ്ങൾ ഇനി ഈ വഴി വരുമ്പോൾ, ഈസ്റ്റ് മാറാട് വരുമ്പോൾ ഇവിടെ കയറുക. ഇവിടെ കയറുക, ഇങ്ങനെയുള്ള നന്മയുടെയും സ്നേഹത്തിൻ്റെയും വക്താക്കളായി മാറുക. ഇപ്പോൾ ഡേവിസ് ചെറുമേൽ അച്ഛന് ഈ നിമിഷം നമ്മൾ നന്ദി പറയുന്നല്ലേ? തീർച്ചയായിട്ടും. അതെ, ഇത്രയും ഈ ചേട്ടന് ഇങ്ങനെ എപ്പോഴും സന്തോഷത്തോടെ എനിക്ക് വളരെയേറെ ഒരു ഇത് തന്നിരിക്കുന്ന, ആത്മബലം തന്നിരിക്കുന്ന ആളാണ് പുള്ളി, അദ്ദേഹം. അപ്പോൾ ഒത്തിരി നന്ദി കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ. ഇങ്ങനെ ചേട്ടന്റെ ജീവിതവും അനേകർക്ക് ഇങ്ങനെ നന്മ ചെയ്യാനുള്ള പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി നന്ദി കേട്ടോ. ഓക്കെ.